അടിപൊളി സാമ്പാർ ഉണ്ടാക്കിയാലോ? അപ്പോൾ ആദ്യം തന്നെ പരിപ്പൊക്കെ ഒന്ന് കഴുകിയെടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് നന്നായി കഴുകിയെടുത്ത് വെന്തിരിക്കുന്ന പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു സബോള അരിഞ്ഞത്, 2 പച്ചമുളക് കീറിയതും, ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും, 2 ചെറിയ കഷ്ണം കായ്ക്കട്ടയും, ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു വിസിലോട് അടുപ്പിച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് തക്കാളിയും വെണ്ടയ്ക്കയും നല്ലപോലെ വഴറ്റി സാമ്പാർ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടി സാമ്പാർ പൊടിയും കൂടി നല്ലപോലെ മൂപ്പിച്ച് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കറിയിലേക്ക് ഒഴിച്ച് കൊടുത്ത് തിളപ്പിച്ചെടുക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും ഉള്ളിയും വറ്റൽമുളകും കൂടി മൂപ്പിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂട് ചോറ്, സാമ്പാറും, മീൻ വറുത്തതും, അച്ചാറും കൂടി അടിപൊളി